ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമുക്ക് ആ പോർഷനിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലച്ചിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫ്രിക്ഷൻ ക്ലച്ചിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും അതേപോലെ കോൺ ക്ലച്ചും രണ്ട് ടൈപ്പാണുള്ളത്. ഫ്രിക്ഷൻ ക്ലച്ചിൽ രണ്ട് ടൈപ്പ് ക്ലച്ചാണുള്ളത്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും കോൺ ക്ലച്ചും. അപ്പോൾ നിങ്ങളുടെ സിലബസിലുള്ളത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ്. അപ്പോൾ നോക്കുക, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. സിംഗിൾ പ്ലേറ്റ് വിത്ത് ഫ്രിക്ഷൻ സർഫസ് ഈസ് കണക്റ്റഡ് ടു എ ഡ്രിവൻ ഷാഫ്റ്റ്. അല്ലേ, നമുക്ക് ഡ്രിവൻ ഷാഫ്റ്റ് ഉണ്ട്, ഡ്രൈവർ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് സിംഗിൾ പ്ലേറ്റ് വിത്ത് ഫ്രിക്ഷൻ സർഫസ് ഈസ് കണക്റ്റഡ് ടു എ ഡ്രിവൻ ഷാഫ്റ്റ്. ഫ്രിക്ഷൻ സർഫസ് ഉള്ള സിംഗിൾ പ്ലേറ്റ് ഡ്രിവൻ ഷാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഓർമ്മിച്ച് വെക്കണേ. അപ്പം ഡ്രിവൻ ഷാഫ്റ്റ് ട്രാൻസ്ഫർ പവർ ടു ഗിയർ ബോക്സ്. അല്ലേ, ഡ്രിവൻ ഷാഫ്റ്റിൽ നിന്ന് ഗിയർ ബോക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫ്ലൈ വീൽ ഈസ് കണക്റ്റഡ് ടു ഡ്രൈവർ ഷാഫ്റ്റ്. നോക്കണേ, ഫ്ലൈ വീൽ ഈസ് കണക്റ്റഡ് ടു ഡ്രൈവർ ഷാഫ്റ്റ്. ബോത്ത് ഷാഫ്റ്റ് ആർ കോ ആക്ഷ്യൽ. നോക്കാം എങ്ങനെ വരുന്നതല്ല. ഡ്യൂറിങ് ഡിസെൻഗേജ്മെൻറ്റ് എ ലിവർ കീപ് ദ ഡ്രൈവർ ഡ്രിവൺ ഡിസ്ക് എവേ ഫ്രം ദ ഡ്രൈവിംഗ് ഡിസ്ക്. അല്ലേ, നമ്മൾ ക്ലച്ച് പെഡൽ അമർത്തി കഴിഞ്ഞാൽ എന്താണ് ഈ ഡ്രിവൺ ഡിസ്കും അതേപോലെ ഡ്രൈവർ ഡിസ്കും തമ്മിലുള്ള ബന്ധം വിട്ടു നിൽക്കും. ടു എൻഗേജ് ദ ക്ലച്ച് ദ ലിവർ ഈസ് ഗ്രാജുവലി റിലീസ്. എന്താണ് ആ ലിവർ റിലീസ് ചെയ്യുമ്പം ഈ രണ്ട് പ്ലേറ്റും കൂടി എൻഗേജ് ആയി നിൽക്കും. The spring provides the required axial force to press the driven disc against the driver disc. Clutch is nothing but a combination of two frictional surfaces. ക്ലച്ച് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകളാണ്, അതിൻ്റെ പുറമെ എന്താണ് ഫ്രിക്ഷണൽ സർഫസ് ഉണ്ടാവും. ഈ ഫ്രിക്ഷണൽ സർഫസ് കൊണ്ടാണ് എന്താണ് ഈ ലിവറെ ഡിസെൻഗേജ് ചെയ്യുമ്പോൾ ഈ രണ്ട് പ്ലേറ്റ് തമ്മിൽ ജോയിൻ്റായി അതിൽ റൊട്ടേഷൻ വരുന്നത്. അല്ലേ, ആ ഒരു ഫ്രിക്ഷണൽ റഫായിട്ടുള്ള ഫ്രിക്ഷണൽ സർഫസ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഗ്രിപ്പിലാണ് ഇത് രണ്ടും റൊട്ടേറ്റ് ആവുന്നത്. നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാകുക. ഒന്നിൽ ഇൻപുട്ട് ഷാഫ്റ്റും മറ്റൊരു ഔട്ട്പുട്ട് ഷാഫ്റ്റും. ഇൻപുട്ട് ഷാഫ്റ്റ് ഡ്രിവൻ ഷാഫ്റ്റും ഔട്ട്പുട്ട് ഡ്രൈവർ ഷാഫ്റ്റും. ഈ ഡ്രിവൻ ഷാഫ്റ്റ് എവിടുന്ന് ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകുക, നമ്മളെ എൻജിനിൽ വരുന്ന ഷാഫ്റ്റ് ഇല്ലേ, എൻജിനിൽ വരുന്ന ഷാഫ്റ്റുമായിട്ടാണ് ഇൻപുട്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാകുക. ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണെങ്കിലോ ഗിയർ ബോക്സ് എന്നുള്ള ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു രണ്ട് പ്ലേറ്റ് ഉണ്ട് അല്ലേ, ആ ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡിലും പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിൻ്റെ അറ്റത്ത് ഫ്രിക്ഷണൽ മെറ്റീരിയൽ ഉണ്ട്. ഫ്രിക്ഷണൽ മെറ്റീരിയൽ മീൻസ് എന്താണ്, ഈ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്കൊരു ഫിഗർ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് താഴോട്ട് വരുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലച്ച് പ്ലേറ്റ് കണ്ടില്ലേ, ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. ഇതിൻ്റെ പുറമെ കണ്ടോ, പുറമെ വരുന്നതാണ് നമുക്ക് ഫ്രിക്ഷണൽ മെറ്റീരിയലായിട്ട് വരുന്നത്. ഫ്രിക്ഷണൽ മെറ്റീരിയൽ എന്താണ്, ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രിക്ഷണൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പം നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് റിയൽ ആയിട്ടുള്ള ഉണ്ടാകുക. മോൾ കാണിച്ചത് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമേ കാണിച്ചുള്ളൂ. റിയൽ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. അതിൽ ഇൻപുട്ട് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ എന്താണ് ഒരു സ്പ്രിങ് പോലെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നില്ലേ, ഈ കാണുന്നതൊക്കെ ഒരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോസ്ഡ് ക്ലച്ച് ആണെങ്കിലോ, ക്ലോസ്ഡ് ക്ലച്ചിൻ്റെയും ഓപ്പൺ ക്ലച്ചിൻ്റെയും പൊസിഷൻ കാണാൻ പറ്റും. ഓപ്പൺ ആണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് രണ്ടിൻ്റെ ഇടയിൽ. ക്ലോസ്ഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഫ്രിക്ഷൻ പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അടുത്ത സൈഡിലെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതിലെ ഫ്രിക്ഷൻ പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ആയിട്ട് ജസ്റ്റ് മുട്ടി നിൽക്കുന്നുണ്ടാവും. ഓപ്പൺ ക്ലച്ചിലാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, റിലീസായിട്ടാണ് ഉണ്ടാകുക. രണ്ട് തമ്മിലും ജോയിൻ ഉണ്ടാവില്ല. നോക്കുക എന്താണ്
ക്ലച്ച് എൻഗേജ് ആകുമ്പോൾ എന്താണ്, ക്ലച്ച് എൻഗേജ് ആകുമ്പോൾ പവർ ട്രാൻസ്മിഷൻ നടക്കും അല്ലേ. ക്ലച്ച് എൻഗേജ് ആയി നിൽക്കുമ്പോൾ ഡ്രൈവൻ ഷാഫ്റ്റിൽ നിന്ന് വരുന്ന പവർ ഡ്രിവൻ ഷാഫ്റ്റിലേക്ക് പാസ് ചെയ്ത് പോകും. ഡിസെൻഗേജ് ആയി കഴിഞ്ഞാലോ എൻജിൻ നിന്നുള്ള പവർ ഗിയർ ബോക്സിലേക്ക് എത്തില്ല. ആ ഒരു വൺ സൈഡിലെ ഫ്ലൈ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞു. ഇത് നോക്കുക, ക്ലച്ച് ലിവർ ഫുള്ളി സ്ക്യൂസ്ഡ്. അപ്പോൾ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് രണ്ട് തമ്മിലുള്ള ബന്ധം വിട്ടേക്കുന്നതാണ്. അടുത്ത ക്ലച്ച് ബിറ്റ് പോയിന്റ് പ്ലേറ്റ് സ്ട്രിങ് ടു ജോയിൻ, ജസ്റ്റ് തൊട്ടില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് ഉണ്ടാകാം. ക്ലച്ച് ലിവർ ഫുള്ളി റിലീസ്ഡ് ആണെങ്കിലോ, ക്ലച്ച് ലിവറിൽ നിന്ന് നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിലീസായി ആ രണ്ട് പ്ലേറ്റ് തമ്മിൽ ജോയിൻ്റ് ആയി നിൽക്കുകയും ചെയ്യും. അടുത്ത ക്ലച്ച് പെഡൽ പ്രസ്ഡ്, അതുപോലെ സ്ലിപ്പിംഗ് ദ ക്ലച്ച് പെഡൽ റൈസ്. അടുത്ത ആ ഫ്രിക്ഷണൽ ക്ലച്ചിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് പറയുന്നത് കോൺ ക്ലച്ച്. നോക്കുക എന്തൊക്കെയാണ് കോൺ ക്ലച്ച് ഉള്ളത്. ഇന്നർ ആൻഡ് ഔട്ടർ കോൺസ് ആർ ടു വർക്കിംഗ് സർഫസ്. നോക്കണേ, ഇന്നർ ആൻഡ് ഔട്ടർ കോൺസ്, ഇതിൽ കോണായിട്ടാണ് പ്ലേറ്റിൽ എൻഡ് സൈഡിലുണ്ടാകുക. ഇത് മുകളിൽ പറഞ്ഞതിൽ പ്ലേറ്റ് ആണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉണ്ടാകുക, ഇതിൽ കോണായിട്ടാണ് ഉണ്ടാകുക. നോക്കുക, ഔട്ടർ കോൺ ഈസ് ഫിക്സ്ഡ് ടു എ ഡ്രിവൻ ഷാഫ്റ്റ്, ഇന്നർ കോൺ ഈസ് ഫ്രീ ടു സ്ലൈഡ് ആക്ച്വലി ഓൺ ദ ഡ്രൈവർ ഷാഫ്റ്റ്. Spring provides the necessary axial force to the inner cone to press against the outer cone, thus engaging the clutch. Lever is used to disengage the clutch. നമ്മൾ മോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നർ കോൺ സർഫസ് ഈസ് ലൈൻഡ് വിത്ത് ഫ്രിക്ഷൻ മെറ്റീരിയൽ അല്ലേ. അതിൻ്റെ സർഫസിൽ ഫ്രിക്ഷൻ മെറ്റീരിയൽ ലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രേറ്റർ ടോർക്ക് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഫിഗർ ഇങ്ങനെയുള്ളതാണ് കാണുന്നത്. കണ്ടോ, നമ്മൾ മോൾ പറഞ്ഞ രണ്ട് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, പക്ഷേ ഇതിലാണ് ഈ കോണായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ട്, അതേപോലെ ഡ്രിവൻ ഷാഫ്റ്റ് ഉണ്ട്. ഡ്രിവൻ ഷാഫ്റ്റിൻ്റെ മുകളിൽ നോക്കുക, നിങ്ങൾ കോണായിട്ട് ചെറിയൊരു സെക്ഷൻ കട്ടിങ് ഉണ്ടാവും. കട്ടിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രിക്ഷണൽ ലൈനിങ് വെച്ചിട്ടുള്ളത്. ഫ്രിക്ഷണൽ മെറ്റീരിയലൊക്കെ അതിൻ്റെ മുകളിലുണ്ടാകുക. അപ്പോൾ ആ രണ്ട് ഷാഫ്റ്റ് നമ്മൾ എൻഗേജ് ആയി നിൽക്കുമ്പോൾ ഈ രണ്ട് ഇതിലുള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ടുള്ള ഫ്രിക്ഷണൽ ലൈനിങ് കൊണ്ടുള്ള ഒരു ഗ്രിപ്പിലാണ് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ്. ഇത് കണ്ട കോൺ ക്ലച്ചിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇമേജാണ്. ഡ്രിവൻ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും, അതിൻ്റെ മുകളിൽ രണ്ട് പ്ലേറ്റുകൾ, അതിൻ്റെ ഇടയിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ. ഇതാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ പറഞ്ഞ അതിനെ ലൈനിങ് കാര്യങ്ങളിലും നോക്കുക, ഫ്രിക്ഷൻ ലൈനിങ്, അതേപോലെ കോണ്ടാക്ട് ലിവർ, ആക്ച്വൽ സ്പ്രിങ്, ഡ്രിവൻ ഷാഫ്റ്റ്, ഡ്രൈവിംഗ് ഷാഫ്റ്റ് അല്ലേ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്ലച്ചിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ക്ലച്ചിൻ്റെ ടു ടൈപ്പ് ക്ലച്ച് പറഞ്ഞു, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും കോൺ ക്ലച്ചും പറഞ്ഞു അല്ലേ. ഇത് നിങ്ങളുടെ സിലബസിലാണ്. ഇതിൻ്റെ ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ബാക്കി അതിൻ്റെ ഭാഗങ്ങളെല്ലാം പഠിക്കുക, ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ടു ടൈപ്പ് ഉണ്ട്, ടു ടൈപ്പ് പഠിച്ച് വെക്കുക. ഓക്കെ, ട്രാൻസ്മിഷൻ സിസ്റ്റം ഗിയർ ബോക്സിൻ്റെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സിലബസിൽ, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഗിയർ ബോക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇറ്റ് കണ്ടെയ്ൻ ഗിയറിംഗ് അറേഞ്ച്മെൻറ്റ് ടു ഗെറ്റ് ഡിഫറെൻറ്റ് സ്പീഡ് അല്ലേ. ഡിഫറെൻറ്റ് സ്പീഡ് കിട്ടാനാണ് നമുക്ക് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ ബോത്ത് മാച്ചിങ് ഗിയേഴ്സ് ഹാവ് എ സെയിം നമ്പർ ഓഫ് ടീത്ത്, ബോത്ത് വിൽ റൊട്ടേറ്റ് അറ്റ് സെയിം സ്പീഡ്. രണ്ട് ഗിയറിനും സെയിം ടീത്ത് ആണെങ്കിൽ എന്താണ് സെയിം സ്പീഡല്ലേ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ പണ്ട് പഠിച്ചതാണ്. വൺ ഗിയർ ഹാസ് ലെസ് ടീത്ത് ദെൻ അതർ, ദ ഗിയർ വിത്ത് ലെസ് നമ്പർ ഓഫ് ടീത്ത് വിൽ റൊട്ടേറ്റ് ഫാസ്റ്റർ ദാൻ ലാർജർ ഗിയേഴ്സ് അല്ലേ. അതുപോലെ ഗിയർ ബോക്സ് ഈസ് യൂസ് ടു വേരി ദ സ്പീഡ് ഓഫ് ദ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. നമുക്കറിയുന്നതാണ് ഗിയർ ബോക്സ് നമുക്ക് സ്പീഡ് വേരിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഗിയർ കണ്ടോ, പലതരത്തിലുള്ള ഗിയർ, അതിൻ്റെ പുറമെ കുറേ ടീത്തൊക്കെയുള്ള ഗിയറുകൾ, അതേപോലെ ആംഗുലാർ കട്ടിങ്ങുള്ള ഗിയർ ഉണ്ട്. അങ്ങനെ പലതരം
ഉള്ള ഗിയർസ് ഉണ്ട് നമുക്ക്. ഇതേപോലെ 2 ഗിയർ ഉണ്ട്, ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും. അതുപോലെ നമുക്ക് ഡ്രൈവർ, ഡ്രിവൺ ഗിയർ, അതിൻ്റെ ഇടയിൽ ഐഡിൽ ഫ്രീ റൊട്ടേഷനിലുള്ള ഗിയേഴ്സ് ഉണ്ടാവും. നമുക്കറിയാം ഗിയർ ബോക്സ് എവിടെയാണ് ഉണ്ടാകുക എന്നുള്ളത്. എഞ്ചിന് കഴിഞ്ഞ് ക്ലച്ച് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സ് ഉണ്ടാകുക. നോക്കണേ, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. എഞ്ചിന് കഴിഞ്ഞിട്ട് ക്ലച്ച് ഉണ്ടാകുക, ക്ലച്ച് കഴിഞ്ഞിട്ടാണ് ഗിയർ ബോക്സ് ഉണ്ടാകുക. ഓക്കെ. അപ്പം നോക്കണം, വണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് എന്താണ്, വണ്ടി പഠിക്കുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗിയർ ബോക്സിൽ നമുക്കറിയാം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് വെക്കണം അല്ലേ. എഞ്ചിൻ നിന്നുള്ള പവർ ഈ ഒരു ഷാഫ്റ്റിലോടുന്ന ഗിയർ ബോക്സിലേക്ക് എത്താൻ പാടില്ല. എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഗിയേഴ്സിൻ്റെ ടീത്ത് തമ്മിൽ എന്താണ് ഒരഞ്ഞ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് വെച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാൻ എല്ലാവരും വാഹനങ്ങൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ബേസിക്കലി അറിഞ്ഞിരിക്കണം. നോക്കാം, ഫ്രം ദ ഡയഗ്രാം ദ മെയിൻ ഷാഫ്റ്റ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് ഹാവ് ദ സെയിം സ്പീഡ് അല്ലേ. സ്പീഡ് ഓഫ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ് ആൻഡ് മെയിൻ ഷാഫ്റ്റ് ഹാവ് ടു ബി വേരിഡ് യൂസിങ് എ ഗിയർ ബോക്സ്. ലോ സ്പീഡ് ഓഫ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ് മീൻസ് ഹയർ ടോർക്ക് അല്ലേ. നമുക്കറിയാം, ഇപ്പം നമ്മൾ കുന്നൊക്കെ കയറുകയാണെങ്കിൽ സ്പീഡ് വളരെ കുറവായിരിക്കും, പക്ഷെ നല്ല ടോർക്ക് ഉണ്ടാവും. ഹൈ സ്പീഡ് ആണെങ്കിലോ, ഹൈ സ്പീഡ് ഓഫ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ് മീൻസ് ലെസ് ടോർക്ക്. നമുക്കറിയാം സ്ട്രെയിറ്റ് ഹൈവേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ഗിയറിലിട്ടിട്ടാണ് പോവുക. അതേസമയം അവിടെ ടോർക്ക് കുറവായിരിക്കും. ഗിയർ എ, ഗിയർ സി, ഗിയർ ബി, ഗിയർ ഡി നോക്കുക. ഇതിൽ ഓരോന്നിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ്, അടുത്ത ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് ആൻറ്റി ക്ലോക്ക് വൈസില്ല, അതിൻ്റെ അടുത്ത് തന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഉള്ള പോയിന്റ് നോക്കുക. ഫ്രം ദ ഡയഗ്രാം ഷോൺ ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്, അസ്യൂം ഗിയർ ഡി ഇസ് ദ ഡ്രൈവർ. എന്താണ് പറയുന്നത്, ഗിയർ ഡി ഹാവ് ഹയർ സ്പീഡ് ആൻഡ് ഗിയർ എ ഹാസ് ലോവർ സ്പീഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ഷാഫ്റ്റ് കണക്റ്റഡ് ടു ഗിയർ എ ഹാവ് ഹയർ ടോർക്ക്. റിവേഴ്സ് കേസ് ആണെങ്കിൽ എന്താ വരിക, ഗിയർ എ ഈസ് ദ ഡ്രൈവർ, the gear D has the higher speed, so shaft connected to the gear D has lower torque and high speed. Speed means RPM. RPM means എന്താണ്, റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. നമ്മളെല്ലാവർക്കും കേൾക്കുന്നതാണ് RPM എന്നുള്ളത്. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഗിയറിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയുന്നത് നോക്കുക, ഗിയർ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നതാണ് മുകളിൽ കാണിച്ചിരിക്കുന്ന 4 ഗിയേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ഈ ഗിയർ ബോക്സിന് ഞാൻ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് നമുക്ക് സിലബസിലൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്.